ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി ബി.ജെ.പി. സംസ്കാര ചടങ്ങിൽ ഇരിപ്പിടം ക്രമീകരിച്ചത് ഡൽഹി പോലീസാണ്. മൻമോഹൻ സിംഗുമായി അടുപ്പമുള്ളവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നില്ല എന്നും ബി.ജെ.പി. പറയുന്നു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. നിതിൻ, ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിന്റെ അടുത്ത ബന്ധുക്കൾക്ക് പോലും വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നുള്ള ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബി.ജെ.പിയുടെ മറുപടി എങ്ങനെയാണ്? പ്രവിധ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് ഗുരുതരമായ ആരോപണമാണ് ഇന്ന് രാവിലെ ഉന്നയിച്ചത്. അതായത് എണ്ണിയായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ആദരവ് മൻമോഹൻ സിംഗിന് ഉണ്ടായില്ല. പ്രത്യേകിച്ചും ദൂരദർശൻ മാത്രമാണ് പ്രക്ഷേപണം നടത്തിയത്. അതിൽ തന്നെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ദൃശ്യങ്ങളാണ് കൂടുതലായി പുറത്തുവിട്ടത്. എന്നാൽ മൻമോഹൻ സിംഗിന്റെ കുടുംബങ്ങളുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ അത് ഒഴിവാക്കിയ സമീപനമായിരുന്നു ദൂരദർശന്റെ എന്ന ഒരു വിമർശനം ഉന്നയിച്ചു. കൂടാതെ അമിത്ഷായുടെ വാഹന വ്യൂഹം ഈ വിലാപയാത്രയെ തടസ്സപ്പെടുത്തി. കൂടാതെ ചിതക്കരികിൽ സൈനികർ നിലയുറപ്പിച്ചതിനാൽ കുടുംബാംഗങ്ങൾക്ക് പോലും കൃത്യമായി അതിൽ ഒരു മാന്യമായ രീതിയിൽ ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. എന്തായാലും ഇതിനെല്ലാം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇരിപ്പിടം ക്രമീകരിച്ചിരിക്കുന്നത് ഡൽഹി പോലീസാണ്. മാത്രമല്ല പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ് നടത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാ വിമർശനവും അത് രാഷ്ട്രീയ ആരോപണമായി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. മൻമോഹൻ സിംഗ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അംഗീകാരം നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ച് ഒരു വിമർശനത്തിന് കോൺഗ്രസ് ഒരു മുതലെടുപ്പ് നടത്തുകയാണെന്ന വിമർശനമാണ് എന്തായാലും ബി.ജെ.പി. ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കോൺഗ്രസ് ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു തുറന്ന പോർമുഖമാണ് ബി.ജെ.പിയും കോൺഗ്രസും ഈ വിഷയത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രവിധ, നിതിൻ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ സംസ്കാര ചടങ്ങ്, ഒപ്പം തന്നെ അതിനുള്ള ക്രമീകരണം, പിന്നീട് അദ്ദേഹത്തിന്റെ വിലാപയാത്ര, ഈ സംസ്കാരത്തിനൊരുക്കിയ സ്ഥലത്തിന്റെ പേരിൽ അങ്ങനെ വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ബി.ജെ.പി. നൽകുന്ന ഈ ഒരു ഉത്തരം അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തായാലും അംഗീകരിക്കാനാകുന്നതാകില്ലല്ലോ. ഇതിലിപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? പ്രവിധ സൂചിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര സംബന്ധിച്ച് തന്നെ തുടക്കം മുതൽ തന്നെ വിവാദമുണ്ടായിരുന്നു. കാരണം രാജ്ഘട്ടിനോ അല്ലെങ്കിൽ രാജ്ഘട്ടിന് സമീപമായ ഏതെങ്കിലും ഒരു പ്രദേശം, ഒരു പ്രത്യേക സ്ഥലം വേണമെന്നൊരു ആവശ്യമാണ് ആദ്യം ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പിന്നീടാണ് ഈ വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി.ജെ.പി. ദേശീയ അധ്യക്ഷനുമായ ജെ.പി. നദ്ദ ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടി നൽകിയതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനാദരവ് ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി എണ്ണി ഓരോ കാര്യങ്ങളിലും കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ഒരു ഇരിപ്പിടം തുടങ്ങിയ കാര്യങ്ങളിൽ തന്നെ ഡൽഹി പോലീസിന്റെ ഇടപെടലാണെന്ന ഒരു വിശദീകരണമാണ് എന്തായാലും ബി.ജെ.പി. ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ തന്നെ തുടർ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ചും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ട്. സിഖ് വോട്ടുകളെല്ലാം തന്നെ ഡൽഹിയെ സംബന്ധിച്ചാണെങ്കിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. എന്തായാലും മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദം അത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ചർച്ചയാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഈ വിവാദമെല്ലാം തന്നെ തുടരുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവിധ, ശരി. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ജീവിച്ചിരുന്നപ്പോഴില്ലാത്തത്ര വിവാദമാണ് മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് മറുപടി പറയുകയാണ് ബി.ജെ.പി. കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് ബി.ജെ.പി. എന്നാണ് നിതിൻ അംബുജൻ നൽകുന്ന വിവരം.